ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പെരുന്നാൾ രാത്രിയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പെരുന്നാൾ രാത്രിയിൽ പെരുന്നാളിന്റെ രാവ് അള്ളാഹുവിന് ദിക്റ് ചൊല്ലി ഇബാദത്തുകൾ ചെയ്ത് ഹയാത്താക്കൽ വലിയ പുണ്യമാണ്. അത് മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. രാത്രി മുഴുവനും ഹയാത്താക്കിയാൽ അത് ഏറ്റവും നല്ലതാണ്. ഇതിന്റെ ചില ഭാഗങ്ങളെങ്കിലും ഹയാത്താക്കുക എന്ന നിലക്ക് നാം ദിക്റിലും ദുആയിലും സൽക്രമങ്ങളിലും തക്ബീറിലുമായി കഴിച്ചുകൂട്ടൽ വലിയ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹ്യാ ലൈലത്തൽ ഈദ് ലം യമുത് ഖൽബുഹു ഹീന തമൂതുൽ ഖുലൂബ്. പെരുന്നാൾ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിക്കുന്നതായ ദിനം അവന്റെ ഹൃദയം മരിക്കുകയില്ല. അപ്പോൾ രാത്രി സമയത്ത് അല്പം ഇബാദത്തിലായി കഴിച്ചുകൂട്ടുക. ഫുള്ള് കഴിക്കാൻ കഴിയുന്നവർ ഫുള്ള് ഹയാത്താക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ അല്പഭാഗമെങ്കിലും ഹയാത്താക്കുക. ഒരാൾ പെരുന്നാളിന്റെ രാത്രി ഹയാത്താക്കിയാൽ ഹൃദയങ്ങൾ മരിക്കുന്ന ദിവസം അള്ളാഹു അവന്റെ ഹൃദയം മരിപ്പിക്കുകയില്ല. ഹൃദയം ഹയാത്ത് ലഭിക്കാൻ, ഹൃദയത്തിന് പ്രകാശമുണ്ടാകും. പെരുന്നാളിന്റെ രാത്രി ഹയാത്താക്കിയവന്റെ ഹൃദയം പ്രകാശിക്കും. ഹൃദയം ചത്തുപോവുകയില്ല. നന്മ ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. നമുക്ക് മടുപ്പ് വരികയില്ല. പുണ്യകർമ്മങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് ആവേശമുണ്ടാകും. ഹൃദയത്തിനൊരു പ്രകാശമുണ്ടാകും. അതിന്റെ ഇരുട്ടുകൾ നീങ്ങും. കിബറും ഹസദും ഇജബും ദിയാവും ഒക്കെ പോയിക്കിട്ടും. അങ്ങനെ ഹയാത്ത് വരുന്നതാണ്. ഹൃദയം ഹയാത്താവലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, മൻ ഖാമ ലൈലത്തൈൽ ഈദൈനി, രണ്ട് പെരുന്നാള്, ബലിപെരുന്നാക്കും ചെറിയപെരുന്നാളും ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ, മുഹ്തസിബൻ, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിസ്കാരം നിസ്കരിക്കുക, അങ്ങനെ നിസ്കാരം നിർവഹിച്ചാൽ, ലം യമുത് ഖൽബു ഹത്താ തമൂതൽ ഖുലൂബ്, ഹൃദയങ്ങൾ ഹീന തമൂതുൽ ഖുലൂബ്, ഹൃദയങ്ങൾ മരിച്ചു പോകുന്ന സമയത്ത് അവന്റെ ഹൃദയം മരിക്കുകയില്ല. ഹൃദയം മരിക്കാത്തവർക്കാണല്ലോ ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീക്ക് നൽകുക. അത് വലിയ സഹായകമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലഗനാ അന്നഹു കാന ഖാൽ, ശാഫി ഇമാമ് പറയും, നമുക്ക് എത്തിയിട്ടുണ്ട്, അദ്ദുആ ഇസ്തജാബു ഫീ ഖംസ് ലയാൽ, 5 രാത്രി ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് 5 രാത്രി ദുആ ചെയ്യണം. ഫീ ലൈലത്തിൽ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. വലൈലത്തിൽ അൽഹ, ബലിപെരുന്നാൾ രാത്രിയാണ്. വലൈലത്തിൽ ഫിത്ർ, ചെറിയപെരുന്നാൾ, ലൈലത്തുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന്റെ രാത്രിയാണ്. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിൽ ആദ്യ രാത്രിയാണ്. അതുപോലെ ശഅബാൻ പകുതിയിലെ രാത്രി, ബറാഅത്ത് രാത്രി. അപ്പോ രാവുകളുടെ കൂട്ടത്തിൽ 5 രാവുകൾക്ക് ദുആക്ക് ഇജാബത്തുള്ള രാവുകളാണ്. അതിൽ ഒരു രാത്രിയാണ് ഈ ചെറിയപെരുന്നാളിന്റെ രാത്രി, ബലിപെരുന്നാളിന്റെ രാത്രി, റജബ് ആദ്യ രാത്രി, ശഅബാൻ പകുതിയുടെ ബറാഅത്ത് രാത്രി, വെള്ളിയാഴ്ച രാത്രി. അതുകൊണ്ട് ഈ രാത്രി നാം അല്പം ദുആ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതം, റമദാനിന് ശേഷമുള്ള ജീവിതം ചിട്ടയുള്ള സന്തോഷമുള്ള ജീവിതമാക്കി മാറ്റണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം. തെറ്റ് ചെയ്യാതെ ജീവിക്കണം. അതിനൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖൽബ് ഹയാത്താകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖൽബ് മരിക്കാതെ ഇരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാമിലായി ഈമാൻ കിട്ടി മരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ വിജയികളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.